Assalamualaikum. Welcome to Shainus.com. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രോയിസന്റ് റെസിപ്പിയാണ്. ഒരു ഓവൻ ഇല്ലാതെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1.5 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വളരെ ചെറിയ ചൂടുള്ള 1 കപ്പ് പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് പൊങ്ങാൻ വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദയും അതിനാവശ്യമുള്ള ഉപ്പും എടുക്കുക. ഈ പൊങ്ങി വന്ന ഈസ്റ്റ് വെച്ച് നമുക്കത് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഈസ്റ്റ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. അപ്പം മാവ് നന്നായിട്ട് കുഴച്ച് ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു ബോൾ രൂപത്തിലാക്കി നമുക്കതൊരു പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ നമ്മളത് വെക്കുന്ന പാത്രത്തിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം എണ്ണ തടവിയതിന് ശേഷം മാവ് അതിനകത്ത് വെക്കുക. എന്നിട്ട് എയർ ടൈറ്റ് ആവുന്ന വിധത്തിൽ അത് അടച്ചു വെക്കുക. അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെച്ചാലും മതി. ഇത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് വളരെ സോഫ്റ്റായിട്ടൊന്ന് വീണ്ടും കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവ് കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് ഒന്നും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ മാവ് നീളത്തിൽ റെഡിയാക്കിയിട്ട് അത് ഒരേ അളവുള്ള പീസാക്കി എടുക്കണം. എന്നിട്ട് ഓരോ മാവും ഉരുട്ടിയെടുത്ത് ഓരോ പീസും ഉരുട്ടിയെടുത്ത് നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. നമുക്ക് എല്ലാ പീസും ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള മാവ് ഓരോന്നും പരത്തിയെടുക്കണം. അപ്പോൾ എല്ലാ പീസും നമ്മൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി പരത്തിയ ഒരെണ്ണം എടുത്ത് അതിൻ്റെ മുകളിൽ ഉരുക്കിയ ബട്ടർ തേക്കുക. എന്നിട്ട് അല്പം മൈദ വിതറിക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ മറ്റൊരെണ്ണം എടുത്ത് വെച്ചിട്ട് വീണ്ടും ബട്ടർ തേക്കുക, മാവ് തൂക്കി കൊടുക്കുക. ഇങ്ങനെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുള്ള മുഴുവനും ഇതുപോലെ നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് ബട്ടർ തേച്ച് നമുക്കിത് വെക്കാം. നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള എല്ലാ മാവും ഇതുപോലെ ബട്ടർ തേച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരെണ്ണമായിട്ട് പരത്തിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും മെൽറ്റ് ചെയ്ത ബട്ടർ തേച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം അതിലെ ഓരോ പീസ് എടുത്ത് ഇതുപോലെ എടുത്ത് അതിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ വീതിയുള്ള ഭാഗത്ത് ഒരു ചെറിയ കട്ടിട്ട് അതിലേക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചീസോ ക്രീമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജാമോ എന്ത് വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. അതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് മടക്കിയെടുക്കണം, ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ അല്പം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് അതിനകത്ത് വെച്ചിട്ട് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പീസും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബണ്ണും ഒരു പാത്രത്തിൽ ബട്ടർ തേച്ച പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇത് പാത്രത്തിൽ വെക്കുമ്പോൾ പരസ്പരം തട്ടാതെ ഒരു അകലെ വെച്ച് വേണം വെക്കാൻ. ഒരു 20 മിനിറ്റ് മാറ്റി വെക്കണം. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് അത് വീണ്ടും പൊങ്ങി വരും. അപ്പോൾ നമ്മളിത് പാത്രത്തിൽ വെക്കുമ്പോൾ കുറച്ച് അകലം ഇട്ടിട്ട് വേണം വെക്കാൻ. അല്ലെങ്കിൽ അത് പൊങ്ങി വരുമ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ചാവാതെ വരാൻ വേണ്ടി ഒരു അകലം ഇട്ടിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഇനി ഇത് നമുക്ക് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് നന്നാക്കി ചൂടാക്കിയെടുക്കണം. അതിലേക്ക് നമ്മൾ ഈ പാത്രം ഇറക്കി വെക്കുക. ഒരു മുട്ട നന്നായി അടിച്ചത് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കണം. ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ക്രോയിസന്റ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരും. അതിൻ്റെ മുകൾ ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്.
നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 40-45 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് വെന്തോന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.